അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറന്നേക്കരുതേ. നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം വേദ. എനിക്കെന്തായാലും ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അവൻ അവളോട് തുറന്നു പറഞ്ഞു. ഏട്ടാ, അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കുട്ടികളുണ്ടാകാത്തത് എൻ്റെ മാത്രം തെറ്റുകൊണ്ടാണെന്നാണോ ഏട്ടൻ പറഞ്ഞു വരുന്നത്? അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ അവനോട് ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ അല്ലേ, എൻ്റെ കുടുംബത്തിൽ കെട്ടിക്കേറി വന്ന എല്ലാ പെണ്ണുങ്ങൾക്കും 4-5 മക്കളുണ്ട്. ദാ എനിക്ക് ഇവനെ കൂടാതെ 2 മക്കൾ വേറെയുമുണ്ട്, അവർക്കുണ്ട് കുഞ്ഞുങ്ങൾ. ഇതൊക്കെ കേട്ടുകൊണ്ട് അവരുടെ അരികിലേക്ക് വന്ന ബിന്ദുവിൻ്റെ സ്വരം അവളുടെ നേരെ ഉയർന്നു. അതിന് ഞാൻ ചോദിച്ചത് അമ്മയോടല്ലല്ലോ, നിങ്ങളുടെ ഈ നിൽക്കുന്ന മകനോടാണ്. എന്നെ സ്നേഹിച്ച് പ്രണയിച്ച് കൂട്ടിക്കൊണ്ടു വന്നവനാണ് നിങ്ങളുടെ ഈ മകൻ. അപ്പോൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതും പരിഹാരം കാണേണ്ടതും നിങ്ങളുടെ ഈ മകൻ തന്നെയാണ്. വേദ അവരുടെ മുമ്പിൽ നിന്ന് വാദിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഉറച്ച സംസാരം കേട്ടതും അർജുൻ്റെ സ്വരം അവൾക്ക് നേരെ ഉയർന്നു. നീ എങ്ങനെയൊക്കെ ശബ്ദം ഉയർത്തിയാലും നിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതെയാകുമോ വേദ? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷം 7ആയി. ഇനിയും എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല, അയാൾ നിസ്സാരമായി തന്നെ പറഞ്ഞു നിർത്തി. ഓക്കെ, നിങ്ങൾ കാത്തിരിക്കണ്ട. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അജുവേട്ടാ, ഇന്ന് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമോ? എന്താ സംശയം? നീ എന്ന ശനി എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ എൻ്റെ മകൻ്റെ ജീവിതം തന്നെ മാറി മറിയും. നിനക്ക് പകരം നിന്നിലും മുന്തിയ മരുമകൾ ഇല്ലിക്കൽ തറവാടിൻ്റെ പടികൾ കയറും. ഓഹോ, അപ്പോൾ അമ്മയും മോനും എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടുള്ള വരവാണ് അല്ലേ? അവൾ അവരോട് പരിഹാസത്തോടെ തിരക്കി. നോക്ക് വേദ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്നേഹിച്ച പെണ്ണല്ലേ നീ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിരിഞ്ഞാലും നിനക്കൊരു കുറവും വരുത്താതെ ഈ അർജുൻ നോക്കൂ. എങ്ങനെ, നിങ്ങളുടെ കീപ്പായിട്ടോ? അവൾ അവന് നേരെ അട്ടഹസിച്ചു. അവളുടെ ഓരോ വാക്കുകളും അർജുൻ്റെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യത്തിൻ്റെ വിത്തുകൾ ശക്തമായി മുളക്കാൻ കാരണമായി. എങ്കിലും അതൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അർജുൻ വീണ്ടും അവളോട് സംസാരിക്കാൻ തുടങ്ങി. നോക്കു വേദ, നീ കാണിക്കുന്ന ദേഷ്യം എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ്. പക്ഷെ നീ ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്ക്. ഞാൻ എന്താണ് പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ടത്? അതും കൂടെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം മിസ്റ്റർ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ കാണുന്നതാണ് നിങ്ങളുടെ മാറ്റം. എന്നിട്ടും ഒന്നും അറിയാത്ത ഒരു വിഡ്ഢിയെ പോലെ ഞാൻ ഇവിടെ നിന്നത് എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടോ എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടുമല്ല അർജുൻ. നിങ്ങളെ ഞാൻ അതുപോലെ സ്നേഹിച്ചിരുന്നു. ആ നിങ്ങളെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പോലും എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങളോട് ആ പഴയൊരു സ്നേഹമോ ഇഷ്ടമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിന് വെറുപ്പ് പോലും എനിക്ക് നിങ്ങളോട് തോന്നുന്നില്ല. വേദയുടെ ആ ഉറച്ച വാക്കുകൾ കേട്ട് അർജുനും അവൻ്റെ അമ്മ ബിന്ദുവും ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിന്നുപോയി. കാരണം പ്രണയിച്ച നാൾ മുതൽ തങ്ങളെ അനുസരിച്ചും സേവിച്ചും നിന്നവളാണ് ഇപ്പോൾ തങ്ങൾക്ക് മുന്നിൽ നിന്ന് കയർത്ത് സംസാരിക്കുന്നത്. വേദയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് അമ്മയും മകനും ഒരുപോലെ ഞെട്ടി. ആ ഞെട്ടൽ മറച്ചു പിടിച്ചുകൊണ്ട് ബിന്ദു അവൾക്ക് നേരെ ചീറി. എടി, നിന്റെ ഈ അഹങ്കാരമൊക്കെ കോട്ടയത്തുള്ള നിന്റെ വീട്ടിൽ വെച്ചാൽ മതി. ഇത് ഈ ബിന്ദുവിൻ്റെ വീടാ. ഇവിടെ ആര് താമസിക്കണം താമസിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നീയല്ല വേദ, അത് ഞാനാണ്. ഇത് നിങ്ങളുടെ വീടോ? വേദ ഒരു തമാശ കേട്ടതുപോലെ പൊട്ടിച്ചിരിച്ചു. എന്താ നീ ചിരിക്കുന്നത്? ഈ വീട് ഇപ്പോഴും എൻ്റെ ഭർത്താവ് കൃഷ്ണൻ്റെ പേരിൽ തന്നെയാണ്. അതായത് അതിൻ്റെ പൂർണ്ണാവകാശി ഈ ബിന്ദുജ തന്നെ ആയിരിക്കും. അങ്ങനെയാണോ അർജുൻ? നിങ്ങളുടെ അമ്മ പറയുന്നത് പോലെ ഈ വീടിപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ പേരിലാണോ? വേദ അവനോട് പരിഹാസത്തോടെ പറഞ്ഞു. ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ബിന്ദുജ വേദ പറയുന്നത് കേട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ അർജുനോട് തിരക്കി. അത് പിന്നെ അമ്മേ, ബിസിനസ്സിൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ നമ്മുടെ വീടിൻ്റെ പ്രമാണം ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. മഹാദേവ, എൻ്റെ വീട്! അവർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആഞ്ഞു വലിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സോഫയിലേക്കിരുന്നു. അമ്മ പേടിക്കണ്ട, ആ വീട് നമുക്ക് നഷ്ടാകില്ല. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടമ്മേ. അതിനു വേണ്ടി കൂടിയാണ് ഞാൻ മറ്റൊരു പെണ്ണിനെ. അർജുൻ പതറുന്ന സ്വരത്തിൽ പറഞ്ഞു നിർത്തി. അതെന്തായാലും പൊളിച്ചു അർജുൻ. ആദ്യം ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് അവളുടെ സ്വർണവും പണവും ഒക്കെ കൊണ്ട് വീടൊന്ന് മോഡിഫൈ ചെയ്ത് ബാക്കി കാശ് കൊണ്ട് വീട്ടു സാധനങ്ങൾ വാങ്ങി ഇനി 2ാം വിവാഹം കൊണ്ട് വീട് ജപ്തിക്ക് പോകാതെ തിരിച്ചു പിടിക്കാം. കൊള്ളാം, അവൾ തീർത്തും പരിഹാസത്തോടെ പറഞ്ഞു നിർത്തി. നീ എന്ത് കണ്ടിട്ടാണെടി ഇങ്ങനെ കിടന്ന് നെകളിക്കുന്നത്? നിനക്ക് പോകാൻ ഒരു വീടുണ്ടോ? അങ്ങനെ ചെന്നാൽ അവിടെയുള്ളവർ നിന്നെ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്നെ സ്വീകരിക്കുന്ന നിമിഷം പിന്നെ താൻ 2 കാലിൽ നടക്കില്ലടോ, നടത്തിക്കില്ല എൻ്റെ ഏട്ടന്മാർ.
മറന്നിട്ടുണ്ടാകില്ലല്ലോ താൻ അവരെയൊക്കെ? വേദ തീർത്തും പരിഹാസത്തോടെ അവനോട് ചോദിച്ചു. അവൾ തൻ്റെ ഏട്ടന്മാരെക്കുറിച്ച് പറഞ്ഞതും അവൻ്റെ ഉള്ളിൽ പഴയ ചില ഓർമ്മകൾ കടന്നു വന്നു. ആ ഓർമ്മകളിൽ പോലും അവൻ്റെ ഉള്ളിൽ ഒരു നേരിയ ഭയം ഉടലെടുത്തിരുന്നു. എടാ മോനെ, ഇവൾ പറയുന്നതും കേട്ട് നീ ഇങ്ങനെ ടെൻഷനാകാതെ. ഇതൊക്കെ ഈ വീട്ടിൽ നിന്നും പോകാതെ ഇരിക്കാനുള്ള ഇവളുടെ അടവാണ് മോനെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്നായിരിക്കും ഇവളുടെ വിശ്വാസം. ബിന്ദു വേദയെ പുച്ഛിച്ചുകൊണ്ട് ഓരോന്ന് പറയാൻ തുടങ്ങി. അവരുടെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ കേട്ട് വേദയുടെ ചുണ്ടിൽ ഒരു പരിഹാസം നിറഞ്ഞ പുച്ഛച്ചിരി വിരിഞ്ഞു. ആ പരിഹാസത്തോടെ തന്നെ അവൾ സോഫയിലിരിക്കുന്ന ബിന്ദുവിനെയും അവരുടെ അരികിൽ പതറി മാറി നിൽക്കുന്ന അർജുനെയും രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് തുടർന്നു. നിങ്ങളുടെ ഈ മകൻ കുറച്ചു മുമ്പ് എനിക്ക് മക്കൾ ഉണ്ടാവത്തിൻ്റെ പേരിൽ ഘോരഘോരം പ്രസംഗിച്ചല്ലോ. അതുപോലെ എനിക്കാണ് പ്രശ്നമെന്നും പക്ഷേ ഏത് ഡോക്ടറാണ് പ്രശ്നം എനിക്കാണെന്ന് വിധിയെഴുതിയത് എന്ന് എനിക്കറിയണം. എൻ്റെ അറിവിൽ എനിക്ക് കുട്ടികൾ ഉണ്ടായില്ലെന്ന് ഒരു ഡോക്ടറും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അമ്മയും മകനൊന്ന് സൂക്ഷിക്കണം കേട്ടോ. വേദ അവന് നേരെ കടുപ്പിച്ച് പറഞ്ഞതും അർജുന് തൻ്റെ ആണത്തത്തെ വേദ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് തോന്നിയത്. അതിനെ കയറ്റാൻ എന്ന വണ്ണം ബിന്ദുവും അവന് നേരെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. ഇല്ല വേദ, നിന്റെ കുറവുകൾ കാരണമാണ് എനിക്കൊരച്ഛനാകാൻ കഴിയാത്തത്. അല്ലാതെ എനിക്ക് അതിൻ്റേതായ ഒരു പ്രശ്നവുമില്ല. അതെനിക്ക് അടിവരെ ഇട്ട് പറയാൻ കഴിയും. അയാൾ ഉറപ്പോടെ പറഞ്ഞതും വേദയുടെ മുഖത്ത് പുച്ഛമായിരുന്നു. നീ ഇങ്ങനെ പുച്ഛിക ഒന്നും വേണ്ട വേദ, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി മാത്രമാണ് ഞാൻ പല സത്യങ്ങളും മറച്ചു വെച്ചത്. പക്ഷെ നീ ചോദ്യം ചെയ്തത് എൻ്റെ ആണത്തത്തെയാണ്. അങ്ങനെയുള്ള നിന്നെ ഞാൻ എന്തിനു വില നൽകണം? അവൻ പുച്ഛത്തോടെ തുടർന്നു. എനിക്ക് ഡിവോഴ്സ് വേണം വേദ. കാരണം ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ ഉദരത്തിൽ ഞങ്ങളുടെ കുഞ്ഞുമുണ്ട്. ഇതിലും വലിയൊരു തെളിവ് ഞാൻ നിനക്ക് തരണോ? വേണം. നിങ്ങളെനിക്ക് തെളിവ് തരണം മിസ്റ്റർ അർജുൻ. അത് എനിക്ക് നിങ്ങളോടുള്ള പഴയ പ്രണയബന്ധം കൊണ്ടോ നഷ്ടപ്പെട്ടു പോയ ആ പഴയ വിവാഹ ജീവിതം തിരിച്ചു പിടിക്കാനോ അല്ല. അവിടെയെങ്കിലും എനിക്ക് ജയിക്കണം. എൻ്റെ വിശ്വാസം തെറ്റിയിട്ടില്ലെന്ന് എനിക്ക് 4 പേരുടെ മുന്നിൽ വിളിച്ചു പറയണം. നിങ്ങളുടെ അമ്മ അടക്കം സ്ത്രീകളുടെ നാവിൽ നിന്നും കുറച്ച് വർഷമായി എനിക്ക് ചാർത്തി തന്നൊരു പട്ടമുണ്ട്, മച്ചി എന്ന പട്ടം. അത് എനിക്ക് അഴിച്ചു വെക്കണം. അവൾ വാശിയോടെ പറഞ്ഞു നിർത്തി. അങ്ങനെ നീ ഒരു മച്ചിയാണെന്ന് തെളിഞ്ഞ അവൻ ഒരു മനസാക്ഷി കുത്തും കൂടാതെ അവളോട് ചോദിച്ചു. അങ്ങനെ ഒരു മച്ചിയാണെന്ന് തെളിയുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങും. അതിന് നിങ്ങൾ ഒരു രൂപ പോലും എനിക്ക് തരേണ്ടതില്ല മിസ്റ്റർ അർജുൻ. ഇനി ഒരു കോമാളിയെ പോലെ ജീവിക്കാൻ ഈ വേദാഞ്ജലിക്ക് മനസ്സില്ല, അവൾ തുറന്നു പറഞ്ഞു. എൻ്റെ മോന് സമ്മതാണടി, പൂർണ്ണ സമ്മതം. അല്ലെങ്കിലും നിന്നെപ്പോലെ ഒരു മച്ചിയെ എൻ്റെ മോന് താങ്ങേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മോൻ അതിന് നിൻ്റെ കൂടെ എവിടെ വേണേലും വരും. പക്ഷെ നീ ഒരു മച്ചിയാണെന്ന് തെളിഞ്ഞാൽ അവളോട് പരിഹാസ ചുവയോടെ തിരക്കി. പിന്നെ ഒരു നിമിഷം പോലും നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല. വേദ അവർക്ക് ഉറപ്പ് കൊടുത്തു. ഞങ്ങൾക്ക് നിന്നെ വിശ്വസിക്കാവോ? ബിന്ദുജ പുച്ഛത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ മകനെയും പോലെ വാക്കിന് വിലയില്ലാത്തവളല്ല. പറഞ്ഞത് തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ മകനല്ലേ അടുത്തിരിക്കുന്നത്, അങ്ങോട്ടങ്ങ് ചോദിക്ക്. 7 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ ഞാനും നിങ്ങളുടെ സീമന്തപുത്രനുമായിട്ടുള്ളത്. അപ്പോൾ അയാൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരും. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. എടാ മോനെ, ബിന്ദുജ അർജുൻ്റെ നേരെ ശബ്ദമുയർത്തി. എന്നാൽ അതേസമയം വേദയുടെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു അർജുൻ. ദേ ചെറുക്ക, ആ പെണ്ണ് പറഞ്ഞിട്ട് പോയതൊക്കെ നീയും കേട്ടല്ലോ. കൃഷ്ണേട്ട എങ്ങാനും അറിഞ്ഞ എൻ്റെ ഭഗവാനെ എനിക്ക് ഓർക്കാനും കൂടെ വയ്യ. അതിന് അച്ഛനൊന്നും അറിയാൻ പോകുന്നില്ല. ഇനി നിങ്ങളായിട്ട് അത് അച്ഛൻ്റെ ചെവിയിൽ എത്തിക്കാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ ഈ ഡിവോഴ്സ് കഴിയുമ്പോൾ ശ്രുതിയെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടമ്മേ. എന്നാലും മോനെ, അമ്മക്ക വേദയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട്. കൊച്ചനെ, നീ ആ പെണ്ണിനെ ഉപേക്ഷിച്ച അവളുടെ വീട്ടുകാരും ആങ്ങളമാരും അതൊക്കെ ഒരു പ്രശ്നമാക്കിയ അവർ അവനോട് തുറന്ന് ചോദിച്ചു. അമ്മേ, ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ശ്രുതി നല്ല സപ്പോർട്ടാണ് അമ്മേ. പിന്നെ ഈ ശ്രുതി അവളുടെ കൂട്ടുകാരി കൂടിയാണ്. ഉള്ളതാണോടാ മോനെ നീ പറയുന്നത്? അവർ സംശയത്തോടെ തിരക്കി. അതെ അമ്മേ, ഇടയ്ക്ക് വേദയുടെ കൂടെ ഒരു പെൺകുട്ടി വരില്ലായിരുന്നോ? ഒരു വെളുത്ത് വെളിഞ്ഞ ഒരു സുന്ദരിക്കുട്ടി. അതാണ് ഞാൻ പ്രണയിക്കുന്ന എൻ്റെ ശ്രുതി. പക്ഷെ മോനെ, അവളുടെ പാസ്റ്റ് ഒന്നും അത്ര നല്ലതല്ല എന്നല്ലേ പറഞ്ഞു കേട്ടത്? അവളുടെ ഭർത്താവല്ലേ അവളുടെ നല്ല നടപ്പ് അല്ലാത്തത് കാരണം ഉപേക്ഷിച്ച് കളഞ്ഞത്? അവർ അവനോട് ചോദിച്ചു. എൻ്റെ പൊന്നമ്മേ, അതൊക്കെ അസൂയാലുക്കൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. പിന്നെ ഈ ശ്രുതി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പിച്ചക്കാരി പെണ്ണൊന്നുമല്ല. ശ്രുതിയുടെ അച്ഛന് ബിസിനസ്സാണ്. ഇവൾക്കും അതൊക്കെ തന്നെയാണ് ആഗ്രഹം. പക്ഷെ ചേരാത്തൊരു ബന്ധം 21ാമത്തെ വയസ്സിൽ അവൾക്ക് വന്നു ചേർന്നു. അതോടെ അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെയായി. അല്ല മോനെ, ഈ ശ്രുതി വേദയുടെ കൂട്ടുകാരിയായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് അവൾ നിൻ്റെ പ്രണയിനിയും നിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും ആയത്?
അത് പിന്നെ അമ്മ, ശ്രുതി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ്, അതും എൻ്റെ സീനിയർ മാഡം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് പല യാത്രകളും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ശ്രുതി അവളുടെ കഴിഞ്ഞ കാലങ്ങളും അവളുടെ നഷ്ടപ്പെട്ട ജീവിതവും ഒക്കെ എന്നോട് തുറന്നു പറഞ്ഞു. അതുപോലെ ഒരു കുഞ്ഞ്, അത് ശ്രുതിയുടെയും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അമ്മ. എന്തായാലും വേദയെ പോലെ ഒരു മച്ചിയല്ല മോനെ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. ശ്രുതിമോളെ പോലെ എല്ലാം തികഞ്ഞവളാണ്. എന്തായാലും അമ്മക്ക് സന്തോഷമായി മോനെ. അല്ലെങ്കിലും ശ്രുതിമോൾ തന്നെയാണ് എൻ്റെ മോന് ചേരുന്നത്, അവർ വ്യക്തമാക്കി. അവരുടെ വാക്കുകൾ കേട്ടതും അർജുന് ഒരു ആശ്വാസം തോന്നി. അതുപോലെ തന്നെ ഈ വിവരങ്ങളൊക്കെ ശ്രുതിയെ വിളിച്ച് സംസാരിക്കാനായി അവൻ തൻ്റെ ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഇതേ സമയം വേദ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ പ്രാണനായവൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു ചതി അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതുവരെ വാശിയോട് പിടിച്ചു നിർത്തിയ കുഞ്ഞിളമിഴികൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു തുളുമ്പി. എന്തിനു വേണ്ടിയായിരുന്നു അർജുൻ എന്നോട് ഈ ചതി നീ ചെയ്തത്? അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേ? വേദ തന്നോട് തന്നെ ചോദ്യങ്ങൾ ഓരോന്നായി ചോദിക്കാൻ തുടങ്ങി. വീട്ടുകാരെ വെറുപ്പിച്ച് അർജുനോടൊപ്പം ഇറങ്ങി വന്ന ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് ജീവിതത്തിൽ ആദ്യമായി അവൾക്ക് പുച്ഛവും വേദനയും തോന്നി. തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച അച്ഛനെയും അമ്മയെയും തൻ്റെ കൂടപ്പിറപ്പുകളെയും എല്ലാം അവൾ ആ നിമിഷം ഓർത്തു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം അവൾക്കുള്ളിൽ ഒരു ചിത്രം പോലെ തെളിഞ്ഞതും അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനലിൻ്റെ അരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് അകലങ്ങളിലേക്ക് നോക്കി ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. ആ സമയം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അവളുടെ അച്ഛനായ മാധവൻ്റെ മുഖമായിരുന്നു. ശ്രീനിലയത്തിൽ മാധവൻ്റെയും ലക്ഷ്മിയുടെയും ഇളയമകൾ, 3 ആങ്ങളമാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നവൾ. ശ്രീനിലയം തറവാട്ടിലെ ഒരു രാജകുമാരിയെ പോലെയായിരുന്നു താൻ അന്ന് ജീവിച്ചിരുന്നത്. തൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ നെഞ്ചുപിടയുന്ന ഒരു പാവ അച്ഛനും ചോദിക്കുന്നതിന് മുമ്പേ എന്തും മുന്നിലെത്തിക്കുന്ന ഏട്ടന്മാരും സ്വർഗതുല്യമായ ഒരു ലോകമായിരുന്നു അത്. ആ ലോകത്തിലേക്കായിരുന്നു തൻ്റെ സീനിയറായ അർജുൻ്റെ കടന്നുവരവ്. ആരെയും ആകർഷിക്കാൻ പാകത്തിനുള്ള ചിരിയും നോട്ടവും കുസൃതിയും ഒക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ, തൻ്റെ സ്വപ്നങ്ങളിലെ രാജകുമാരൻ. അതായിരുന്നു അർജുൻ കൃഷ്ണദാസ് എന്ന തൻ്റെ അജുവേട്ടൻ. എന്നിട്ട് എവിടെയാണ് തനിക്ക് പിഴച്ചത്? വേദ തന്നോട് തന്നെ ചോദിച്ചു. അങ്ങനെ പഴയ കാര്യങ്ങൾ ഓരോന്ന് ചിന്തിക്കുകയും അതിനുള്ള ഉത്തരം സ്വയം കണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേദയുടെ ഫോൺ ബെല്ലടിച്ചു തുടങ്ങിയത്. അത് കേട്ടതോ വേദ അതുവരെ തന്നെ അലട്ടിയിരുന്ന സകല പ്രശ്നങ്ങൾക്കും വിരാമിട്ടുകൊണ്ട് അവൾ ബെഡിൽ കിടന്നിരുന്ന തൻ്റെ ഫോൺ എടുത്ത് അതിൻ്റെ ഡിസ്പ്ലേയിലേക്കൊന്ന് നോക്കി. അതിൽ തെളിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ പേര് കണ്ടതും വേദയുടെ മിഴികൾ ഒന്നുകൂടെ നിറഞ്ഞു. ആ നിറഞ്ഞ മിഴികൾ വാശിയോടെ തുടച്ചുകൊണ്ട് അവൾ ആ കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. പറയടി, ഞാൻ ഇവിടെയുണ്ട്, വേദ ഇടറിയ സ്വരത്തിൽ മറുസൈഡിൽ ഇരിക്കുന്ന വ്യക്തിയോടായി പറഞ്ഞു. ആ സ്വരത്തിൽ നിന്ന് ഉതിർന്ന വേദനയും വിഷമവും ഒക്കെ മറുസൈഡിൽ ഇരിക്കുന്ന വ്യക്തിക്കും ഏറെക്കുറെ മനസ്സിലായി. എന്താടാ, എന്തു പറ്റി? നിന്റെ ശബ്ദം എന്താ ഇടറിയിരിക്കുന്നത്? അയാൾ വീണ്ടും അവളോട് ചോദിച്ചു. ഇതിൽ കൂടുതൽ ഒന്നും ഇനി എൻ്റെ ജീവിതത്തിൽ പറ്റാനില്ല ഗൗരിക്കൊച്ചെ. അന്ന് നീ പറഞ്ഞതൊക്കെ വളരെ ശരിയായിരുന്നു. എന്നാൽ അർജുനെയും ശ്രുതിയെയും ഞാൻ അമിതമായി വിശ്വസിച്ചു. അവർക്ക് അമിതമായി സ്വാതന്ത്ര്യം കൊടുത്തു. ഒടുവിൽ അവൾ വീട്ടുകാരിയും ഞാൻ അടുക്കളക്കാരിയുമായി. പക്ഷെ എനിക്ക് സങ്കടമില്ല ഗൗരി. എൻ്റെ ഈ അവസ്ഥ ഞാൻ എൻ്റെ സ്നേഹം കൊടുത്ത് വാങ്ങിയതാ, വേദ അവളോട് പറഞ്ഞു നിർത്തി. എന്താ കൊച്ചേ ഇത്? നീ ഇങ്ങനെ വിഷമിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയ് ഗൗരി അവളോട് തുറന്ന് പറഞ്ഞതും വേദ അവളോട് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. നീ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നില്ലേ അജുവേട്ടൻ ഒരു പെൺകുട്ടിയുടെ കൂടെ കണ്ടെന്ന്? ആ, എനിക്ക് ഓർമ്മയുണ്ട്. അത് ശ്രുതി തന്നെയായിരുന്നു ഗൗരി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭർത്താവിന് എന്നെക്കാളും താല്പര്യവും അടുപ്പവും തോന്നിയ മറ്റൊരാൾ, അതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രുതി. എടി, അത് നിൻ്റെ കൂട്ടുകാരിയായിരുന്നില്ല കൊച്ചേ. എന്നിട്ടും അവൾക്ക് ഇങ്ങനെയൊക്കെ തോന്നി. അതുമാത്രമല്ല, അവൾക്ക് നിൻ്റെ പാസ്റ്റൊക്കെ അറിയുന്നതല്ലേ. അതുപോലെ നീ അവനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്നും ഗൗരി അവളോട് തുറന്നു ചോദിച്ചു. സ്നേഹം, അത് ഈ കാലത്ത് ആർക്കും ആരോടും തോന്നാലോ. അവിടെ ആത്മാർത്ഥതക്കൊന്നും ഒരു വിലയും കാണില്ല. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ അർജുൻ്റെ കൂടെ പോയപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് നൊന്തിട്ടുണ്ടാകില്ലേ. അന്നത്തെ അവരുടെ കണ്ണുനീരിൻ്റെ ഫലമാകും ഇപ്പോൾ ശ്രുതിയുടെ രൂപത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കാതെടി. ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിനൊക്കെ തരണം ചെയ്താലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ കൊച്ചു കുറച്ചുകൂടി സ്ട്രോങ് ആകണം, ഗൗരി അവളെ ഉപദേശിച്ചു. എനിക്കറിയില്ല ഗൗരി, എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയാണ്. അത്രയ്ക്ക് അയാളെ ഞാൻ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. പക്ഷെ അയാൾക്ക് അതൊന്നൊരു വിഷയമേ ആയിരുന്നില്ലെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. നീ കരയല്ലേ വേദ. നിൻ്റെ ഈ കണ്ണീര് പോലും ആ ഡാഷ് മോൻ അർഹിക്കുന്നില്ല കൊച്ചേ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലടി. ഈ 7 വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരുന്ന ഒരു അർജുനായിരുന്നില്ല
ഇന്ന് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ പ്രണയകാലത്ത് എന്തിനേറെ പറയുന്നു, വിവാഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അർജുൻ എനിക്കായി ഒഴുക്കിയ സ്നേഹമൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ പോലും അയാൾക്ക് ചെറിയ മാറ്റങ്ങൾ എനിക്ക് തോന്നിയിരുന്നെങ്കിലും അതൊക്കെ എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തിയ മനുഷ്യനാണിപ്പോൾ എൻ്റെ പോരായ്മകൾ പറഞ്ഞ് എൻ്റെ നെഞ്ചകം കുത്തിരസിച്ച് എനിക്ക് പകരം മറ്റൊരുത്തിയെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഇതേ സമയം അർജുൻ തൻ്റെ പ്രണയിനിയോട് കുറുകുകയായിരുന്നു. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അജു, വേദ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന്. സാധാരണ നിന്റെ ശബ്ദം ഒന്ന് ഉയർന്ന കണ്ണ് നിറച്ച് നിന്നെ നോക്കുന്നവളായിരുന്നില്ലേ, പിന്നെ എങ്ങനെ അർജുൻ അവൾക്ക് ഇത്രയും മാറി? അതിനൊരു കാരണമേ ഉള്ളൂ ശ്രുതി, അതാണ് സാഹചര്യം. എന്തായാലും അവൾക്ക് നമ്മുടെ ബന്ധമൊക്കെ വിശദമായി തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് ആ മോൾക്ക് എന്നെ നല്ല സംശയമുള്ളത് കൊണ്ട് കൂടുതലൊന്നും എനിക്ക് പറയേണ്ടി വന്നില്ലടി പെണ്ണെ. പിന്നെ ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? സത്യം പറഞ്ഞാൽ അമ്മ ആഗ്രഹിച്ചത് അവളെപ്പോലെ ഒരുത്തി ആയിരുന്നില്ല, നിന്നെപ്പോലെ തൻ്റേടുള്ളൊരു പെണ്ണിനെയാണ്. അപ്പോൾ നിൻ്റെ അമ്മക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? ശ്രുതി വേവലാതി നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. കൊള്ളാം, അതെന്ത് ചോദ്യമാണ് പെണ്ണെ. ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് അറിഞ്ഞതും അമ്മ വലിയ സന്തോഷത്തിലാണ്. പിന്നെ ആ വേദയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നീ അവളേക്കാൾ സുന്ദരിയാ. പോരാത്തതിന് അവളേക്കാൾ ഒത്തിരി മുകളിലാണ് നീ. ആ നിന്നെ എൻ്റെ അമ്മ സ്നേഹിക്കാതിരിക്കുവോ? അവൻ ആർദ്രത നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അജുൻ്റെ ആ വാക്കുകൾ കേട്ടതും ശ്രുതിയുടെ ചുണ്ടിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു. കാരണം വേദയെ താൻ പരിചയപ്പെടുന്നത് തൻ്റെ +2 കാലഘട്ടത്തിലായിരുന്നു. അന്നു മുതൽ അവളിൽ നിന്നും താൻ കേൾക്കുന്ന പേരാണ് അർജുൻ്റേത്. വേദയുടെ എല്ലാമായിരുന്ന അർജുൻ. കാലം മാറിയപ്പോൾ അവരുടെ പ്രണയം വളർന്ന് വിവാഹത്തിലെത്തി. അതൊരു ഒളിച്ചോട്ടമായിരുന്നെങ്കിലും വേദക്കത് അവൾ ആഗ്രഹിച്ച ജീവിതമായിരുന്നു. എന്നാൽ ശ്രുതിയെ സംബന്ധിച്ച് വേദ എന്നത് +2 കാലം തൊട്ടേ തൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു പണം കായ്ക്കുന്ന മരം മാത്രമായിരുന്നു. കുറച്ച് സ്നേഹം കാണിച്ചാൽ അവളുടെ കയ്യിലുള്ളത് പോലും ഒരു മടിയും കൂടാതെ എടുത്തു തരുന്നവളാണവൾ. ഒടുവിൽ അവളുടെ ഭർത്താവ് ഈ ശ്രുതിക്ക് സ്വന്തം. അവൾ പുച്ഛത്തോടെ ഓർത്തു. ഹലോ ശ്രുതി, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അവളുടെ ശബ്ദം കേൾക്കുന്നില്ലെന്ന് കണ്ടതും അർജുൻ്റെ സ്വരം ഉയർന്നു. ഓ അജു, ഞാൻ നമ്മുടെ പ്രണയകാലം ഓർക്കുകയായിരുന്നു ബേബി. അന്ന് നീ ആ പെണ്ണിനെ കൊണ്ട് ചെന്നൈയിലെത്തിയില്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ കിട്ടുമായിരുന്നോ ചെക്ക? ശ്രുതിയുടെ സ്വരത്തിൽ വശ്യത നിറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാടി പെണ്ണെ, നമ്മൾ ഒന്നിക്കേണ്ടവർ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം നീ വേദയെ കണ്ടുമുട്ടുമായിരുന്നോ? അവളിലൂടെ നീ എന്നിലേക്ക് എത്തുമായിരുന്നോ? നമ്മളായിരുന്നു പെണ്ണെ ഒന്നിക്കേണ്ടത്. വേദയെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ആയിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഒരിക്കലും അവൾ എൻ്റെ ലൈഫിലേക്ക് വരില്ലായിരുന്നു കൊച്ചേ. കാരണം അവളെപ്പോലെയുള്ള ഒന്നിനെയല്ല ഞാൻ ആഗ്രഹിച്ചത്. അർജുൻ്റെ സ്വരത്തിൽ ശ്രുതിയോടുള്ള പ്രണയവും വേദയോടുള്ള പുച്ഛവും ഒരുപോലെ നിറഞ്ഞു വന്നു. എൻ്റെ അജു, ഇപ്പോൾ എല്ലാം നമുക്ക് അനുകൂലമല്ലേ, ഇനി എന്ത് പേടിക്കാൻ? അതുകൊണ്ട് നീ അവൾ ആവശ്യപ്പെട്ടതുപോലെ എല്ലാം നീ ചെയ്തു കൊടുത്തേക്ക്. പിന്നെ നമ്മൾ അവളെ ചതിച്ചെന്ന് വരില്ലല്ലോ. അതുമാത്രമല്ല, അവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടേഴ്സ് അടിവരയിട്ട് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നാളെ അവളുടെ തന്തയോ ആങ്ങളമാരോ ഒക്കെ അതിലടങ്ങിക്കോളും. ശ്രുതി അവനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നാളെ തന്നെ അവളെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അല്ലേ? പിന്നെ അല്ലാതെ. ഇനി ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ട അജു. നിൻ്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് കടന്നു വരാൻ എനിക്ക് കൊതിയാവുന്നു ബേബി. നിൻ്റെ ആ വിരിഞ്ഞ നെഞ്ച് നിന്നോട് ചേർന്ന് എനിക്ക് ശാന്തമായി ഉറങ്ങണം. ഉറങ്ങിയാൽ മാത്രം മതിയോ പെണ്ണേ? അതിനപ്പുറം എത്ര സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് പങ്കുവെക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷത്തിനായി ഞാൻ ഓരോ നിമിഷവും കാത്തിരിക്കുകയാണ്. അർജുൻ തൻ്റെ സ്വരത്തിൽ കാമവും അതിലേറെ പ്രണയവും ഇടകലർത്തി അവളോട് തുറന്നു പറഞ്ഞു. ഇനി ഒന്നിനും താമസം ഉണ്ടാകില്ല അജു. എത്രയും പെട്ടെന്ന് നിൻ്റെ ഭാര്യയായി ഞാൻ നിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരും. അങ്ങനെ അവർ ഇരുവരും അവരുടെ പ്രണയ ലോകത്തിലേക്ക് കടന്നു. എന്നാൽ ഇതേ സമയം വേദ ഗൗരിയുമായി തൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എൻ്റെ പൊന്നു വേദ, ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് നിനക്ക് നിൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടുമോ? അതോ നീ അവനെ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ലടാ. അങ്ങനെ ഒരു ആഗ്രഹം പോലും ഇപ്പോൾ എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നില്ല. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെയും എൻ്റെ പ്രണയത്തെയും എൻ്റെ സ്വപ്നത്തെയും ഒക്കെ ഒരു മടി കൂടാതെ ചവിട്ടി മതിച്ച ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഒരു തുള്ളി വിഷത്തിൽ ഈ നശിച്ച ജീവിതം ഞാൻ അങ്ങ് സ്വയം നശിപ്പിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ തോറ്റുകൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല ഗൗരി. കാരണം അയാളും അയാളുടെ അമ്മയും കൂടി ചവിട്ടി മതിച്ചത് എൻ്റെ സ്ത്രീത്വത്തെ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ പടി ഇറങ്ങുമ്പോൾ അവർ ചാർത്തി തന്ന മച്ചി എന്ന മുദ്ര വേരോടെ പിഴുതു കളഞ്ഞിട്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് നന്നായി പെണ്ണെ, നിൻ്റെ ഈ തീരുമാനമാണ് ഞാൻ ആഗ്രഹിച്ചത്. ഗൗരി വേദയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും നാളത്തെ ദിവസം നിർണായകമാണ്. എന്തായാലും CK ഹോസ്പിറ്റലിൽ നിനക്കൊപ്പം ഞാനുണ്ടാകും. ഗൗരി വേദയെ ആശ്വസിപ്പിച്ചു. അത് വേണ്ടടാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം.
നാളെ നിനക്ക് ഓഫീസിലൊക്കെ പോകാനുള്ളതല്ലേ. അതൊന്നും സാരമില്ല കൊച്ചേ, നീ സമാധാനമായി ഇരിക്കുക. ഗൗരി വേദയെ ആശ്വസിപ്പിച്ച് ആ കോൾ അവസാനിപ്പിച്ചു. അപ്പോഴും അർജുൻ്റെയും ശ്രുതിയുടെയും കുറുകൽ മാറിയിരുന്നില്ല. സമയം കുറെ കഴിഞ്ഞിട്ടും തൻ്റെ മകനെ കാണാഞ്ഞതും ബിന്ദു പുറത്തേക്ക് ഇറങ്ങി വന്നു. അവരെ കണ്ടതും അർജുൻ ആ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്നു. തൻ്റെ മകൻ്റെ സന്തോഷം കണ്ടതും ബിന്ദുവിൻ്റെ മനസ്സിലും സമാധാനവും സന്തോഷവും നിറഞ്ഞു. മോനെ, ശ്രുതിമോൾ നാളെ മോൻ്റെ കൂടെ വരില്ലേ? ഇല്ല അമ്മ, അവൾക്ക് ഓഫീസിൽ തിരക്കൊക്കെ ഉള്ളതല്ലേ. പോരാത്തതിന് ഗർഭിണിയും. അവൾക്കാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ മണമൊന്നും അങ്ങോട്ട് പിടിക്കത്തില്ല താനും. അതൊക്കെ ശരി തന്നെ മോനെ, പക്ഷെ അവളൊരു മച്ചിയാണെന്ന് ഡോക്ടർ അടിവരയിട്ട് പറയുമ്പോൾ ശ്രുതിമോളും നമ്മുടെ കൂടെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവർ അവനോട് തുറന്നു പറഞ്ഞു. അപ്പം അമ്മയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? പിന്നെ വരണ്ടേ? ബിന്ദുവിൻ്റെ സ്വരം ഉയർന്നതും അവിടെ മറ്റൊരു ശബ്ദം ഉയർന്നു. എന്താ ഇവിടെ? നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു? അയാൾ അല്പുച്ഛത്തിൽ തന്നെ ചോദിച്ചു. അത് പിന്നെ കൃഷ്ണേട്ടാ, വേദയുടെ കാര്യത്തിൽ അർജുൻമോൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തു. എന്ത് തീരുമാനങ്ങൾ? അയാൾ അവളോട് തിരക്കിയതും ബിന്ദു കാര്യങ്ങളൊക്കെ അയാളോട് വ്യക്തമാക്കി. അത് കേട്ടതും കൃഷ്ണൻ ഉയർന്ന ദേഷ്യത്തോടെ അർജുൻ്റെ നേരെ തിരിഞ്ഞു. എന്താടാ ഇതൊക്കെ? അയാളുടെ ശബ്ദം ഉയർന്നതും അർജുൻ അയാളെ തടഞ്ഞുകൊണ്ട് തുടർന്നു. അച്ഛാ, ഞാനൊരു പുരുഷനാണ്. എനിക്കുണ്ട് ആഗ്രഹങ്ങൾ. അത് സാധിച്ചു തരാൻ കഴിയാത്ത ഒരുത്തിയുടെ കൂടെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? അയാൾ പുച്ഛത്തോടെ ചോദിച്ചു. അതിന് പ്രശ്നം വേദമോൾക്കാണെന്ന് നിന്നോട് ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞിരുന്നോ? എല്ലാം നിൻ്റെയും നിൻ്റെ അമ്മയുടെയും തോന്നലല്ലേ? അയാൾ പരിഹാസത്തോടെ ചോദിച്ചു. ദേ മനുഷ്യ, നിങ്ങളുടെ മകൻ അർജുനാണ്, അല്ലാതെ വേദ അല്ല. അത്രയും പറഞ്ഞുകൊണ്ട് ബിന്ദു തൻ്റെ മകനെയും കൊണ്ട് ചാടിത്തുള്ളി അകത്തേക്ക് നടന്നു. അവർ ഇരുവരും പോയതും കൃഷ്ണൻ ഏറെ വേദനയോടെ വേദയുടെ റൂമിലേക്ക് നടന്നു. എല്ലാം തകർന്നവളെ പോലെ ഇരിക്കുന്ന വേദയെ കണ്ടതും അയാളുടെ മിഴികളും ഒരു നിമിഷം നിറഞ്ഞു പോയിരുന്നു. മോളെ. ആ ഇടറിയ വിളി കേട്ടതും അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. അച്ഛ, ഇന്ന് രാത്രി കൂടി കഴിഞ്ഞാൽ എനിക്ക് ഈ വീടും അച്ഛനും ഒക്കെ അന്യമാണ്. പക്ഷേ ഈ സ്നേഹം ഞാൻ ഇവിടെ നിന്ന് പോയാലും എന്നോടുണ്ടാവില്ലേ? അവൾ നിറഞ്ഞ മിഴികളോടെ ചോദിച്ചതും അയാൾ നിറഞ്ഞ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ ഉണ്ട് മോളെ നിനക്കൊപ്പം. അയാൾ മൗനമായി അവൾക്ക് മറുപടി നൽകിക്കൊണ്ട് പതിയെ അവളിൽ നിന്നും വിട്ടകന്നു. അന്നത്തെ ദിവസം അവർക്കിടയിൽ നിന്നും കൊഴിഞ്ഞു വീഴുമ്പോൾ വേദക്ക് നഷ്ടമായത് അവളുടെ താലിയായിരുന്നു. അർജുൻ നേടിയതോ അവൻ്റെ പ്രണയവും. അങ്ങനെ പതിവിന് വിപരീതമായി ഏറെ വൈകിയാണ് വേദ എഴുന്നേറ്റത്. ആർക്കൊരു അടിമ ആകാതെ വർഷങ്ങൾക്ക് ശേഷം അവൾ ജീവിക്കാൻ തുടങ്ങി. അവൾക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിച്ച് പതിവിന് സുന്ദരിയായാണ് വേദ തൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. കരഞ്ഞു തളർന്നിറങ്ങി വരുന്ന വേദയെ കാണാൻ വരുന്ന അമ്മയുടെയും മകൻ്റെയും മുഖം വേദയെ കണ്ട മാത്രമേ തന്നെ ഞെട്ടിപ്പോയിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. എടാ മോനെ, ഇവൾക്ക് നിന്നെ പിരിയുന്നതിൽ ഒരു വിഷമവും ഇല്ലേ? വേദയുടെ ഭാവം കണ്ടതും അവർ അർജുനോട് തിരക്കി. അതിന് മറുപടി പറയാൻ നിൽക്കാതെ അർജുൻ നേരെ കിച്ചൺ ലക്ഷ്യമാക്കി മുമ്പോട്ട് നടന്നു. എന്നാൽ ഇതേ സമയം വേദ ഒരു കോഫി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. തൻ്റെ പുറകിൽ അർജുൻ വന്ന് നിന്നതൊക്കെ അറിഞ്ഞെങ്കിലും അവൾ അത് കണ്ടതായി പോലും ഭാവിക്കാതെ അവൾ തൻ്റെ പ്രവൃത്തിയിൽ തുടങ്ങി. എന്താടി പതിവില്ലാതെ ഒരു ഒരുക്കവും ചാട്ടവും ഒക്കെ? ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും ബന്ധം നിനക്കുണ്ടോ? അവൻ പരിഹാസത്തോടെ ചോദിച്ചതും അവൾ അവന് നേരെ തിരിഞ്ഞ് അവന് നേരെ ഒന്ന് നോക്കി. എന്താ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? അവൻ പുച്ഛത്തോടെ ചോദിച്ചതും അവളുടെ മുഖത്ത് അവനോടുള്ള വെറുപ്പ് നിറഞ്ഞു. അത് കണ്ടതും അർജുൻ വീണ്ടും വീണ്ടും അവളുടെ സ്വഭാവത്തെ പരിഹസിക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം തന്നെ അവളുടെ കൈവിരലുകൾ അവൻ്റെ കവിളിനെ തൊട്ട് തലോടി. ഡീ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ അവളുടെ നേരെ ആക്രോശിച്ചതും സൈഡിലിരിക്കുന്ന കത്തിയെടുത്ത് അവൾ അയാളുടെ നേരെ ഓങ്ങിക്കൊണ്ട് തുടർന്നു. 10 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അത്രയും പറഞ്ഞുകൊണ്ട് വേദ തൻ്റെ കോഫിയുമായി റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും ശ്വാസം ഒന്ന് വിളിച്ചു വിട്ടുകൊണ്ട് വേദ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഗൗരിയെ വിളിക്കാനും അവൾ മറന്നില്ല. അങ്ങനെ കൃത്യം 9:30 തന്നെ വേദ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൻ്റെ ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ടതും ബിന്ദുവിൻ്റെ ചുണ്ടിൽ തീർത്തും പുച്ഛമായിരുന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ കൃഷ്ണനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടുപുറകെ തന്നെ അർജുനും ബിന്ദുവും ഉണ്ടായിരുന്നു. മോനെ, ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ടോ? ഇല്ലമ്മേ, അടുത്ത വളവ് കൂടി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. അവനൊരു കുഞ്ഞു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. അങ്ങനെ അവർ ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് CK ഹോസ്പിറ്റലിൻ്റെ മുമ്പിലെത്തി. എന്നാലും മോനെ, ഇത്രയും വലിയ ഹോസ്പിറ്റലിലൊക്കെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഹോസ്പിറ്റലിൻ്റെ വലിപ്പം കണ്ട് ബിന്ദു വേവലാതിയോടെ ചോദിച്ചു. വേണമ്മേ, ഇതുപോലെയുള്ള ഹോസ്പിറ്റലിൽ നിന്നും അവൾ മച്ചിയാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ വല്ല കേസ് വന്നാൽ പോലും ഒരു പിടിവള്ളിയാണ്. എന്തായാലും അമ്മ വാ. അവൻ അവരെയും കൊണ്ട് അകത്തേക്ക് നടന്നു. ഇതേ സമയം അർജുനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഗൗരി റിസപ്ഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയും മകനെയും കണ്ടപ്പോൾ അവൾ അവരുടെ അരികിലേക്ക് നടന്നു. വേദ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്, നിങ്ങൾ വന്നോളൂ. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുൻപേ നടന്നു. അപ്പോൾ ടോക്കണൊക്കെ?
അർജുൻ നടക്കുന്നതിനിടയിൽ ഗൗരിയോട് തിരക്കി. അതെല്ലാം വേദ പറഞ്ഞിട്ട് രാവിലെ തന്നെ എടുത്തിരുന്നു. അങ്ങനെ അവർ ഡോക്ടർ ശ്രീലത എന്ന് പേരെഴുതിയ ഡോക്ടറിൻ്റെ മുമ്പിലെത്തി. അങ്ങനെ അവരുടെ ഊഴമായതും ഒരു വെളുത്തുടുപ്പിട്ട മാലാക അവരെ അകത്തേക്ക് വിളിച്ചു. അകത്തേക്ക് കയറിയതും ഒരു 52 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അത് കണ്ടതും ബിന്ദുജ തിടുക്കത്തിൽ വേദയെ മറികടന്ന് ഡോക്ടറിൻ്റെ അരികിലേക്ക് നടന്നു. ഇരിക്കൂ, അവർ 4 പേരോടും ശാന്തമായി പറഞ്ഞതും ബിന്ദുവും അർജുനും അവിടെ ഉണ്ടായിരുന്ന 2 സീറ്റുകളിലായി തീർത്തും അഹങ്കാരത്തോടെ ഇരുന്നു. പിന്നെ ഒരു സീറ്റ് മാത്രമായിരുന്നു അവശേഷിച്ചത്. അത് കണ്ടതും വേദ ഗൗരിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ തന്നെ നിന്നു. എന്നാൽ അതിനെ തടഞ്ഞുകൊണ്ട് ഗൗരി വേദയെ പിടിച്ച് ആ സീറ്റിലേക്ക് ഇരുത്തി. ഈ സമയം ഇവരുടെയൊക്കെ ഭാവങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയായിരുന്നു ഡോക്ടർ ശ്രീലത. പറയൂ, എന്താണ് പ്രശ്നം? അവർ സൗമ്യമായി തന്നെ തിരക്കി. ഡോക്ടറെ, ഇതെൻ്റെ മകനാണ്, പേര് അർജുൻ. ഇവൻ്റെയും ഈ നിൽക്കുന്നവളുടെയും വിവാഹം കഴിഞ്ഞിട്ട് വർഷം 7 ഡോക്ടറെ. ഇതിൻ്റെ ഇടക്ക് 3 പ്രാവശ്യം ഇവൾക്ക് വിശേഷമായി. അതൊക്കെ ഒരു 4 മാസം ആകുമ്പോഴേക്ക് അലസി പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഇവൾക്കൊരു വിശേഷവും ഇല്ല ഡോക്ടറെ. എനിക്ക് ഇവനെ കൂടാതെ വേറെയും മക്കളുണ്ട്, അവർക്കൊക്കെ കുട്ടികളുമുണ്ട്. ഇവന് മാത്രമാണ് ഇങ്ങനെ. ബിന്ദു പറഞ്ഞു നിർത്തി. അവരുടെ വാക്കുകൾ കേട്ടതും അവരുടെ നോട്ടം പോയത് നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന വേദയിലായിരുന്നു. എന്തുകൊണ്ടോ അവളുടെ ഇരിപ്പ് കണ്ടതും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഒരു വേദന തോന്നി. മിസ്റ്റർ അർജുൻ, നിങ്ങളുടെ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. 3 തവണ ഗർഭം അലസിപ്പോയി എന്നത് ഗൗരവേറിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം അതേപ്പറ്റി അന്ന് കാണിച്ച ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ? അവർ തുറന്നു ചോദിച്ചതും ബിന്ദുജ ഇടക്ക് കയറി. എൻ്റെ പൊന്നു ഡോക്ടറെ, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനൊന്നും വന്നതല്ല. ഇവൾ മച്ചിയാണെന്ന് ഇവൾക്ക് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയാൽ ഇവൾ എന്താണെന്ന് ഇവൾക്ക് സ്വയം മനസ്സിലാവുകയുള്ളൂ. ബിന്ദു അഹങ്കാരത്തോടെ പറഞ്ഞു നിർത്തി. അല്ല, ഈ കുട്ടി പ്രഗ്നൻ്റ് ആകില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അവർ ഗൗരവത്തോടെ ചോദിച്ചു. എൻ്റെ ഡോക്ടറെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഇഷ്ടം പോലെ മക്കളുണ്ടാവും. എനിക്ക് തന്നെ ഇവനെ കൂടാതെ വേറെയും മക്കളുണ്ട്. പിന്നെ ഇവന് മൂത്തത് ഒരാളുണ്ട്, അവർക്കുണ്ട് 3 മക്കൾ. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലോ എൻ്റെ കുടുംബത്തിലോ ഒരു മച്ചിപ്പെണ്ണുങ്ങളും ഇല്ല. അതുമാത്രമല്ല ഡോക്ടർ, എൻ്റെ മകൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്, ഞങ്ങളുടെ ശ്രുതിമോള്. അവൾ എൻ്റെ മകനിൽ നിന്ന് ഗർഭിണിയാണ്. ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ലല്ലോ ഡോക്ടർ. ബിന്ദു അഹങ്കാരത്തോടെ പറഞ്ഞതും ഡോക്ടറിൻ്റെ ശ്രദ്ധ പോയത് വേദ എന്ന പാവം പെണ്ണിലേക്കായിരുന്നു. അവളുടെ നിസ്സഹായ അവസ്ഥ കണ്ടതും അവരുടെ ഉള്ളിലെ സ്ത്രീ ഉണർന്നു. അത് കൊള്ളാലോ അമ്മേ, നിങ്ങളുടെ മകനൊരു ഭാര്യ നിലവിലിരിക്കുമ്പോൾ തന്നെ മറ്റൊരു പെണ്ണോ? അതും ഇവർ നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ. എനിവേ, അതെൻ്റെ വിഷയമല്ല. സോ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമേ പറയാം, ഇവിടെ നിന്ന് ആർക്കും കള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള വേറെ സ്ഥലങ്ങളുണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് റിപ്പോർട്ടുകൾ വേണമെങ്കിൽ അർജുനും വേദയും ഒരേ സമയം കംപ്ലീറ്റ് ഫെർട്ടിലിറ്റി പരിശോധനയ്ക്ക് വിധേയരാകണം. റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എനിക്ക് സമ്മതമാണ് ഡോക്ടർ, അർജുൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. അത് കേട്ടതും ഡോക്ടറിൻ്റെ നോട്ടം വേദയിലായി. എനിക്കും സമ്മതമാണ് ഡോക്ടർ. ആ വേദനയിലും അവൾ ചെറുപുഞ്ചിരിയോടെ മറുപടി കൊടുത്തു. സിസ്റ്റർ, ഇവിടെ ലാബിലേക്ക് വിട്ടോളൂ. വേണ്ട ടെസ്റ്റുകളൊക്കെ സിസ്റ്റത്തിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ശരി ഡോക്ടർ. അത്രയും പറഞ്ഞുകൊണ്ട് സിസ്റ്റർ നിതാര അവരെയും കൂട്ടി ലാബിലേക്ക് നടന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ പറഞ്ഞ പരിശോധനകൾക്കെല്ലാം 2 കൂട്ടരും ഒരുപോലെ വിധേയരായി റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. അപ്പോഴും അർജുൻ്റെയും അവൻ്റെ അമ്മയുടെയും മുഖത്ത് അഹങ്കാരം നിഴലിച്ചിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി നീങ്ങുമ്പോൾ വേദയുടെ ഉള്ളിൽ തൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആകുലത അവളുടെ മിഴികളിൽ നിറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കി ഗൗരി അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ ഇതേ സമയം അർജുൻ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഈ റിസൾട്ട് വരുമ്പോൾ വേദ എന്നേക്കുമായി തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമല്ലോ എന്നുള്ള ആത്മവിശ്വാസമായിരുന്നു അവൻ്റെ ഉള്ളിൽ. എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് താൻ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച വേദ ആരുടെയും മുമ്പിൽ തല കുനിക്കരുത് എന്ന പ്രാർത്ഥനയിലായിരുന്നു കൃഷ്ണൻ. ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞതും സിസ്റ്റർ നിതാര പതിവ് പുഞ്ചിരിയോടെ അവരെ വീണ്ടും അകത്തേക്ക് വിളിച്ചു. മുമ്പത്തെ പോലെ ആ വിളി കേൾക്കാൻ കാത്തു നിന്നതുപോലെ ബിന്ദുജ അകത്തേക്ക് പാഞ്ഞു കയറി. തൊട്ടുപുറകെ അർജുനും അതിനു പുറകെ വേദയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗരിയും. അല്ല ഡോക്ടർ, എല്ലാം നമുക്ക് അനുകൂലമല്ലേ? ബിന്ദു അകത്തേക്ക് കയറിയതും ഗൗരവത്തോടെ ഇരിക്കുന്ന ശ്രീലതയോട് തുറന്നു ചോദിച്ചു. അത് കേട്ടതും ഡോക്ടർ തൻ്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടുകൾ അർജുന് നേരെ കൈമാറി. അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? ഡോക്ടർ പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് റിപ്പോർട്ട് അവന് കൈമാറി. വിറക്കുന്ന കൈകളോടെ അവൻ അത് വാങ്ങി നോക്കിയതും അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ കണ്ട് അവൻ ആകെ ഒലിഞ്ഞുപോയി. എന്താ മോനെ അതിൽ എഴുതിയിരിക്കുന്നത്? അവൾ മച്ചിയാണെന്നാണോ? അവൻ്റെ മുഖഭാഗം മനസ്സിലാകാതെ അവർ ചോദിച്ചു. എന്നാൽ അർജുൻ്റെ ഭാഗത്തുള്ള മറുപടി മൗനമായിരുന്നു. അത് കണ്ടതും ഡോക്ടർ പരിഹാസത്തോടെ അവർക്ക് നേരെ തിരിഞ്ഞു.
അർജുൻ്റെ അമ്മേ, കുട്ടികളുണ്ടാവുന്നത് പാരമ്പര്യം നോക്കിയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഡോക്ടറുടെ ചോദ്യം കേട്ടതും അർജുൻ്റെ അമ്മയുടെ മുഖം വിളറി വെളുത്തു. അത് കണ്ടതും തീർത്തും പുച്ഛത്തോടെ അവർ തുടർന്നു. നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതുപോലെ ഒരു പ്രശ്നവും വേദക്കില്ല. ഇവൾ തികച്ചും ആരോഗ്യവതിയാണ്. അർജുൻ്റെ അമ്മ. ഡോക്ടർ അത് പറഞ്ഞതും തലകുനിച്ചിരിക്കുന്ന തൻ്റെ മകനെ അവരൊന്ന് നോക്കി. പ്രശ്നം ഇയാൾക്ക് തന്നെയാണ്. റിപ്പോർട്ടുകളിലെല്ലാം അത് വ്യക്തമായി പറയുന്നുണ്ട്. മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഇയാൾ ഒരിക്കലും ഒരു അച്ഛനാകാൻ കഴിയില്ല. അതാണ് സത്യം. ഇല്ല ഡോക്ടർ, നിങ്ങൾ കള്ളം പറയുകയാണ്. എൻ്റെ ശ്രുതി ഗർഭിണിയാണ് ഡോക്ടർ. എടോ, ഞാൻ പറഞ്ഞത് തൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ഒരു അച്ഛനാകാൻ കഴിയില്ല. അതെന്തായാലും തൻ്റെ കുട്ടിയാകാൻ ഒരു ചാൻസും ഇല്ല. മുമ്പേ തനിക്കതിന് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ തങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം നെഗറ്റീവാണ്. അവനോട് തുറന്നു പറഞ്ഞുകൊണ്ട് വേദയുടെ നേരെ തിരിഞ്ഞു. കുട്ടി ഡിവോഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. തനിക്ക് ഇനിയും നല്ലൊരു ജീവിതമുണ്ട്. ഇവർ ആഗ്രഹിച്ചത് ഇവർ കൊടുത്തിട്ട് മോൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ നോക്ക്. അത് കേട്ടതും അവൾ അവർക്ക് മങ്ങിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി. തൊട്ടുപുറകെ ഡോക്ടറോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗൗരിയും. അവർ പുറത്തേക്കിറങ്ങിയതും അർജുൻ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് വേദയെ തനിക്ക് നേരെ പിടിച്ചു നിർത്തി. നിനക്ക് ഇതിനു മുമ്പ് ഈ കാര്യം അറിയാമായിരുന്നോ? അവൻ ഇടറിയ സ്വരത്തിൽ അവളോട് ചോദിച്ചതും കഴുത്തിൽ കിടന്ന താലിമാല ഊരി അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് തുടർന്നു. ലാസ്റ്റ് അബോർഷൻ നടന്നപ്പോൾ അന്ന് കാണിച്ച ഡോക്ടർ എന്നോട് വിശദമായി എന്നോട് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് സത്യം പറയാതിരുന്നത് ഞാൻ കേൾക്കുന്ന കുത്തുവാക്കുകൾ നിങ്ങൾ ഒരിക്കലും കേൾക്കരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ്. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരിക്കലെങ്കിലും നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ അവസാന നിമിഷം പോലും നിങ്ങളുടെ പ്രണയിനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൾ അവനോട് പുച്ഛത്തോടെ ചോദിച്ചു. എനിക്ക് നിന്നോട് എന്താ പറയേണ്ടതെന്നറിയില്ല. വേദേ, എന്നോട് ക്ഷമിച്ചൂടെ? എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ക്ഷമാപണം പോലും റിപ്പോർട്ട് എനിക്ക് അനുകൂലമായതുകൊണ്ട് മാത്രമല്ലേ. എനിക്ക് പ്രതികൂലമായിരുന്നെങ്കിൽ എന്നെ പരിഹസിച്ച് മച്ചി എന്ന് മുദ്ര കുത്താൻ മുമ്പിൽ നിങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. ഇനിയുള്ള കൂടിക്കാഴ്ച നമുക്ക് കോടതിയിൽ വെച്ചാകാം, മിസ്റ്റർ അർജുൻ കൃഷ്ണപ്രസാദ്. വേദ പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് നാളിതുവരെ അനുഭവിച്ച എല്ലാ അപമാനങ്ങൾക്കും വിരാമമിട്ട് ഗൗരിക്കൊപ്പം വേദ ആശുപത്രിയിൽ നിന്നും തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് യാത്രയായി. അവസാനിച്ചു. ഇത് മറ്റൊരു എഴുത്തുകാരിയുടെ സ്റ്റോറിയാണ്. ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടെന്ന് മാത്രം. എൻ്റെ ചാനലിൽ ആദ്യമായാണ് മറ്റൊരാൾ എഴുതുന്ന സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. താങ്ക് യു.